സ്വാഗതം. പുഷ്പ 2 ദ റൂളിനെ കുറിച്ചിട്ടുള്ള എന്റെ അഭിപ്രായങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. ഇന്നലെ എനിക്ക് ഫിലിം കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇന്നാണ് ഞാൻ ഫിലിം പോയി കണ്ടത്. അത് ഫസ്റ്റ് മോർണിംഗ് ഷോ ആണ് ഞാൻ കണ്ടത്. അപ്പോൾ ഞാൻ പുഷ്പ 1 എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു ഫിലിമാണ്. കാരണം അത് ഇറങ്ങിയ സമയത്ത് നമ്മൾ ഫസ്റ്റ് തന്നെ പോയി കണ്ട് എനിക്ക് അത്രയ്ക്കും ഇഷ്ടപ്പെട്ട ഒരു ഫിലിമായിരുന്നു പുഷ്പ 1. അല്ലു അർജുൻ സാറിന്റെ പെർഫോമൻസ് ആയാലും ശരി, അതിന്റെ ഹീറോയിന്റെ പെർഫോമൻസ് ആയാലും ശരി, നമുക്ക് പെട്ടെന്ന് കണക്ട് ആവുന്ന ഒരു സ്റ്റോറി ബേസ് അതിനുണ്ടായിരുന്നു. ഫഹദിന്റെ ആയാലും ഭയങ്കരമായിട്ടുള്ള പെർഫോമൻസ് നമുക്ക് അതിൽ നിന്ന് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അത്രയ്ക്കും വേറൊരു ലെവൽ ആക്ടിങ് ആയിരുന്നു ഫഹദ് ഫാസിലിന്റെ ഒക്കെ ആ ഒരു ഫസ്റ്റ് പാർട്ടിൽ വരുന്നിട്ട്. അപ്പൊ സെക്കൻഡ് പാർട്ടിലോട്ട് വരുവാണെങ്കിൽ നമ്മുടെ അല്ലു അർജുൻ സാറിന്റെ ഒരു കോംപ്രമൈസും ഇല്ല. കാരണം സാറിന്റെ ആ ഒരു പെർഫോമൻസിന് അധികം ഒന്നും കോട്ടം തെറ്റാത്ത രീതിയിലുള്ള പെർഫോമൻസ് ഈ ഫിലിമിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പക്ഷെ ഇതിനൊരു സ്റ്റോറി ഇല്ല എന്നുള്ളതാണ് ആദ്യത്തെ ഡിഫോൾട്ടായിട്ട് ഞാൻ കാണുന്നത്. ഒരു ഫസ്റ്റ് ടൈം കാണുമ്പോൾ ഒരു വൺ ടൈം വാച്ചിന് മാത്രമായിട്ടുള്ള ഒരു മൂവിയായിട്ട് ഒതുങ്ങി പോകാൻ പറ്റുന്നുള്ളൊരു ഫിലിമാണ്. കാരണം ഈ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ഫസ്റ്റ് ടൈം കാണാം, അതായത് പുഷ്പ 1 കാണുമ്പോൾ നമുക്ക് അതിൽ ഒരുപാട് എക്സൈറ്റ്മെന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ എക്സൈറ്റിംഗ് ഫാക്ടേഴ്സ് അതിലുണ്ടായിരുന്നു, അല്ലെങ്കിൽ ക്യൂരിയോസിറ്റി തരുന്ന ഒരുപാട് മുഹൂർത്തങ്ങൾ അതിലുണ്ടായിരുന്നു. പക്ഷെ ഇതിലോട്ട് വരുമ്പോൾ, അതായത് പുഷ്പ 2 വരുമ്പോഴത്തേക്കും നമുക്ക് എക്സൈറ്റ്മെന്റ് ചെയ്യാനുള്ള ഒരു കോണ്ടന്റും അതിലില്ല, ഒരു ക്യൂരിയോസിറ്റിയും നമുക്ക് അതിൽ തരുന്നില്ല. അതിന്റെ ക്ലൈമാക്സ് ആയാലും ശരി, അതിന്റെ ഒരു സ്റ്റാർട്ടിങ് തന്നെ ഫൈറ്റിലാണ് തുടങ്ങുന്നത് ആ ഒരു സിനിമ. പക്ഷേ ആ ഫൈറ്റിംഗ് ആ ഒരു ഫിലിം മൊത്തത്തിൽ ഒരിടത്തും കണക്ട് ആവാതെ പോയി. ആ ഒരു ആദ്യത്തെ ഒരു സീക്വൻസ് ഈ ഫിലിമിന്റെ ഒരിടത്തും നമുക്കൊരു രീതിയിലും എവിടെ കൊണ്ടും ഇത് കണക്ട് ചെയ്യിക്കണം എന്നൊരു നമുക്കൊരു പിടിയും കിട്ടാത്ത രീതിയിലായിപ്പോയി. പിന്നെ അതിലെ പാട്ടുകളൊക്കെ പറയുവാണെങ്കിൽ ഫസ്റ്റിലെ എല്ലാ പാട്ടുകളും ഹിറ്റായിരുന്നു. കാരണം ശ്രീവല്ലി ആയാലും ശരി, അതിലെ ഓ അണ്ടവ ആയാലും ശരി, എല്ലാം അടിപൊളി പാട്ടുകളായിരുന്നു. അപ്പൊ ഇതിൽ വരുമ്പോഴത്തേക്കും ഇതിൽ ആവശ്യമില്ലാത്തടത്ത് കുറെ എടുത്ത് പാട്ട് മിക്സ് ചെയ്ത പോലെ തോന്നി. പക്ഷെ അതിലുള്ള 2-3 പാട്ടുകൾ അടിപൊളിയാണ്. നല്ല സോങ്ങും അതിന്റെ BGM ആയാലും ഒക്കെ അടിപൊളി ആയിട്ട് ചെയ്തിട്ടുണ്ട് അവര്. ഫൈറ്റൊക്കെയും ആദ്യത്തെ ഫൈറ്റ് അത്രയ്ക്ക് നമുക്ക് എന്തോ പോലെ തോന്നുന്ന അതായത് ആ ഫൈറ്റിന്റെ ആവശ്യം ഉണ്ടോ എന്നുള്ളൊരു ഇതായിരുന്നു. പക്ഷെ അത് എൻട്രിയാണ്, അല്ലു അർജുൻ സാറിന്റെ എൻട്രി ഫൈറ്റ് ആണത്. പക്ഷെ അതിലൊരു സാരി ഉടുത്തിട്ടൊക്കെ ചെയ്യുന്ന ഫസ്റ്റ് ഫൈറ്റ് ഉണ്ട്, അത് അടിപൊളിയാണ്. നമുക്ക് കുറച്ചു നേരം കണ്ടിരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഫൈറ്റ് ആണ്. ലാസ്റ്റ് ക്ലൈമാക്സ് വരുമ്പോഴത്തേക്കും കുറച്ചൊക്കെ നമുക്ക് ലോജിക്കലി നമുക്ക് കണക്ട് ആവാത്ത രീതിയിലുള്ള കുറച്ച് ഫൈറ്റ് സീനൊക്കെ അതിലുണ്ട്. ലോജിക്ക് നോക്കി പോയി കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഒരു സിനിമയും ദഹിക്കില്ല. ഇപ്പോഴത്തെ ഒരു സിനിമകളുടെ ഒരു പാറ്റേൺ അങ്ങനെയാണ്. ലോജിക്കായിട്ട് ഒരിക്കലും നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റില്ല. അങ്ങനത്തെ കുറെ സിനിമകളാണ് ഇപ്പൊ ഇറങ്ങുന്നത്. പിന്നെ അത്രയ്ക്ക് ലോ ആയിട്ടുള്ള സിനിമയൊന്നും നമുക്ക് കൂടുതൽ ഹൈപ്പ് കൊടുത്ത് കാണാൻ പറ്റുന്ന ഒരു ഫിലിം ഒന്നും പറയാൻ പറ്റില്ല. ഒരു ഫസ്റ്റ് ടൈം നമുക്ക് മൂവി, അതായത് തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയ ഒരു നല്ലൊരു സിനിമ തന്നെയാണ്. ഫസ്റ്റ് ടൈം നമുക്ക് ചെന്ന് കാണുമ്പോഴും നമുക്ക് അതായത് ജസ്റ്റ് ഒന്ന് അല്ലു അർജുൻ ഫാൻസിനൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു ഫിലിം, അല്ലാതെ അതിനെ കൂടുതൽ താഴ്ത്താനോ അതോ കൂടുതൽ ഹൈപ്പ് കൊടുക്കാനോ പറ്റാത്ത ഒരു ആവറേജ് ഫിലിം മാത്രമാണ് നമ്മുടെ പുഷ്പ 2. പിന്നെ ഫഹദിന്റെ പെർഫോമൻസിലോട്ട് വരുവാണെങ്കിൽ ഫഹദിന്റെ ഫസ്റ്റ് ഫിലിമിന്റെ ആ ഒരു പെർഫോമൻസ് ഒന്നും സെക്കൻഡ് 7,000 വേണം പറയാൻ. കാരണം ഒരു ക്ലീശയാക്കി കളഞ്ഞു എന്ന് എനിക്ക് തോന്നി. കാരണം ഫഹദിന് അധികം പെർഫോം ചെയ്യാനുള്ള ഒരു സ്പേസ് കിട്ടിയിട്ടില്ല അതിൽ. കാരണം അയാൾക്കൊന്നും അതിലൊരു റോളും ഇല്ല. ജസ്റ്റ് ആ ഫസ്റ്റിന്റെ കണ്ടിന്യൂഷൻ ആയിരുന്നെങ്കിലും പിന്നെയും നമുക്ക് കുറച്ചൊക്കെ കണക്ട് ആയേനെ. അങ്ങനെ ഒരു കണ്ടിന്യൂഷൻ അല്ല, ഒരേ ഒരു സ്റ്റോറി ലൈൻ, ആ ഒരു കള്ളക്കടത്തൽ മാത്രമാണ്, സ്മഗ്ലർ ആയിട്ടുള്ളത് മാത്രമാണ് അതിലൊരു കണക്ട് ചെയ്ത് പോകുന്നത്, അല്ലാതെ വേറെ ഒന്നും ഇതുമായിട്ട് കണക്ട് ചെയ്യുന്നില്ല. അപ്പൊ ഈ ഫിലിം നിൽക്കുമ്പോൾ, അതായത് ലാസ്റ്റ് ക്ലൈമാക്സിന്റെ ആ ഒരു സംഭവം, അതായത് തേർഡ് പാർട്ടിന്റെ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് ആയിട്ടാണ് അവർ തുടങ്ങിയിരിക്കുന്നത്. കാരണം തേർഡ് വരുന്നുണ്ട്, പുഷ്പ 3 എന്നുള്ള തേർഡ് വരുന്നുണ്ടെന്നുള്ള ഒരു സ്റ്റാർട്ടിങ് അല്ല ഒരു സംഭവം കൊടുത്തിട്ടാണ് അവർ സെക്കൻഡ് പാർട്ട് നിർത്തിയിരിക്കുന്നത്. അപ്പോൾ തേർഡ് എന്താവും എന്നുള്ള കാര്യം അറിയില്ല. സെക്കൻഡ് ഇത്രയും നമുക്ക് ക്ലീശ പോലെ തോന്നിയപ്പോൾ അതായത് തേർഡ് എങ്ങനെ ആയിരിക്കും എന്നുള്ളത് നമുക്ക് ചിന്തിക്കാം എന്നുള്ളതേ ഉള്ളൂ. ആ ഒരു ഹൈപ്പ് മാറി വരുമെന്ന് പ്രതീക്ഷിക്കാം, അത്രയേ ഉള്ളൂ. അപ്പൊ എന്തായാലും പോയി കാണുക, ഒരിക്കലെങ്കിലും പോയി കാണുക. തിയേറ്റർ എക്സ്പീരിയൻസിന് പറ്റിയൊരു ഫിലിം തന്നെയാണ്. അപ്പൊ എല്ലാവരും ഒന്ന് പോയി കണ്ടു നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തണേ. അപ്പൊ ഇതുപോലുള്ള വീഡിയോയുമായി നിങ്ങൾക്ക് മുമ്പിൽ വീണ്ടും ഞാൻ എത്തും. അതുവരെ ഇറ്റ്സ് മീ ആരതി ലാലു സൈനിങ് ഓഫ്.